ഹേ ഗൈസ്, ഇന്നത്തെ ദിവസത്തിന് എൻ്റെ ജീവിതത്തിലൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ന് തൊട്ട് കൃത്യം 3 വർഷം കഴിഞ്ഞാൽ എനിക്ക് 30 വയസ്സ്. അതായത് ഇന്ന് എൻ്റെ 27th ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേന്റെ സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല സങ്കടാട്ടോ. വേറൊന്നുമല്ല, വയസ്സായി പോവല്ലേ. ആ ഒരു സങ്കടം തീർക്കാൻ ഇന്ന് സിസ്റ്റേഴ്സിന്റെ കൂടെ ഒരു ഔട്ടിംഗ് ആവാന്ന് വിചാരിച്ചു. പോകുന്നതിന് മുമ്പേ വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണല്ലോ. ഇന്നിപ്പോ ജബിക്കു റെനുവിന് ലീവ് ആയതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിന്റെ ഡ്യൂട്ടി ഓൽക്കുള്ളതാണ്, കിച്ചൺ ഡ്യൂട്ടി എനിക്കും. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഐസുവിന്റെ പരിപാടികളൊക്കെ തീർക്കണം. സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ചിക്കൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഫുഡ് കഴിക്കുമല്ലോ. അപ്പൊ നമ്മുടെ കറി റെഡിയാവുന്ന സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ ഈ വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത്. 25 ഇന്നലെ കഴിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. 27 ആയി. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എന്താലേ, എന്നാലും ഈ 27 എനിക്കാണ്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ആ സങ്കടത്തിനിടയിൽ കൂടെ നമ്മളൊരു ചിക്കൻ കറിയാണ്ട് റെഡിയാക്കി എടുത്തു. കറി മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, ബാക്കിയുള്ള കിച്ചൺ ഡ്യൂട്ടിയും നമുക്കുള്ള തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള കിച്ചൺ ഡ്യൂട്ടികളും ചെടപടേ അങ്ങനെ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവലും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തു പോവാണെന്ന് ഉമ്മച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേര് മാത്രമേ പോകുന്നുള്ളൂ. വണ്ടി കയറിയ പാടനെ ഐസ് നന്നായിട്ടൊന്നും പറഞ്ഞു. നമ്മളൊരു കഫേക്കാണ് പോകുന്നത്. കഫേലായതുകൊണ്ട് തന്നെ നമ്മൾ കുറെ ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അല്ല, അതിനാണല്ലോ കാര്യമായിട്ട് പോണത്. നമ്മൾ തുടക്കത്തിൽ ഒരു കേക്ക് വാങ്ങി കഴിച്ചു. സോറി, ഒന്നല്ല 2 പീസ്. അത് പിന്നെ 4 പേരിരുന്ന് അപ്പൊ തന്നെ കഴിച്ചു. പിന്നെ 27th ആവല്ലേ, ഒരു ചെറിയൊരു കേക്ക് കട്ട്, അതും കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ കുറച്ച് പേരറിയാത്ത എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. ഫസ്റ്റ് കുറച്ച് ലോഡഡ് ഫ്രൈസ്, പിന്നെ ഒരു പിസ്സ, പിന്നെ കോൾഡ് കോഫി, പിന്നെ ഒരു ക്യാപ്പിച്ചിനോ, പിന്നെ ചിക്കൻ സ്റ്റീക്ക്. ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഈ സ്റ്റീക്ക് എന്ന് പറയുന്ന സംഭവം എൻ്റെ ഒരു ഫേവറേറ്റ്. അങ്ങനെ നമ്മൾ പിന്നെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. ഫലൂദ, പാസ്ത, എക്സെട്ര. അങ്ങനെ ഓരോന്ന് കഴിച്ച് വയറൊക്കെ ഒരുവിധം സെറ്റ് ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ ഇതോടുകൂടി ഞാൻ എൻ്റെ 27th ഒഫീഷ്യലി കടന്നിരിക്കുകയാണ്. ഈ പ്രായം എന്ന് പറയുന്ന സാധനം നമ്മളെ കയ്യിൽ നിൽക്കൂലല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാൽ ചെറിയൊരു വിഷമം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.